Hello everyone, welcome to Nafi the Educator. It's me and Nafi. നിങ്ങൾ +1 പബ്ലിക് എക്സാം എഴുതി 2026 മാർച്ചിൽ +2ൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഇപ്പം +2ലേക്ക് എത്തിയ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വൺസ് അഗൈൻ വെൽക്കം ടു നാഫി ദി എഡ്യൂക്കേറ്റർ. ഇറ്റ്സ് മീ ആൻഡ് നാഫി. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ +2ൽ ഏത് സ്ട്രീമാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, അതായത് ഇപ്പം +1 പബ്ലിക് എക്സാം എഴുതി 2026 മാർച്ചിൽ +2ൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീമാണെന്നുള്ള ഒരു കാര്യം ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരൊക്കെ +1ൽ നിന്ന് +2ലേക്ക് എത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. പല വിദ്യാർത്ഥികൾ ഇപ്പം +1 കഴിഞ്ഞ് +2ൻ്റെ വെക്കേഷൻ, ഈ 2 മാസത്തെ വെക്കേഷൻ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ അടിപൊളിയൊക്കെ എൻജോയ് ചെയ്യണം, ഉഷാറാക്കണം, അതൊക്കെ വേണം. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ആൻസർ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ +2 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ കൊല്ലം നിങ്ങൾ +1 പബ്ലിക് എക്സാം എഴുതുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള +2 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടോ? അതേപോലെ നിങ്ങൾ +2ൽ പഠിച്ച കുട്ടികളോട്, നിങ്ങളുടെ സീനിയേഴ്സിനോട് അവരുടെ എക്സാമിൻ്റെ അവസ്ഥ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരൊക്കെ പറയും +2 പബ്ലിക് എക്സാം നല്ല ടഫായിരുന്നു. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ പറയും കെമിസ്ട്രി, അതേപോലെ ഫിസിക്സ്, കൊമേഴ്സ് ആണെങ്കിൽ പറയും അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ പറയും എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഒക്കെ ടഫായിരുന്നു. എന്ത് ചെയ്യും? കുട്ടികൾ ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ പറയുന്നത് അറിയാം? അവർ ദിവസവും പഠിക്കാതെ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു. ശരിക്കും നമ്മൾ ഒരു +2 പബ്ലിക് എക്സാം എഴുതുന്നൊരു വിദ്യാർത്ഥി, നിങ്ങൾ 2026 മാർച്ചിൽ +2ൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? +2ൽ നല്ല മാർക്ക് വേണ്ടേ? +2ൽ നല്ല മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ദിവസവും പഠിക്കുക എന്നുള്ള, ഡെയിലി ഒരു 2 to 3 hours നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഈ ഒരു വെക്കേഷൻ നിങ്ങൾ ഏപ്രിൽ മാസം മുഴുവൻ ഏകദേശം എൻജോയ് ചെയ്ത് കഴിയാനായില്ലേ? ഇനി മെയ് ഉണ്ട്, ഇനി നമുക്കൊന്ന് പഠിക്കാൻ തുടങ്ങിയാലോ? ശരിക്കും നമ്മൾ ഈ തുടക്കം മുതൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 2026 മാർച്ചിൽ നടക്കാൻ പോകുന്ന നിങ്ങളുടെ +2 പബ്ലിക് എക്സാം ഈസി ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ഒരു മാസം എൻജോയ് ചെയ്ത് ജിൽജിലാക്കി, ഇനി നമുക്കൊന്ന് കുറച്ച് പഠിച്ചൂടെ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് +2ൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ആദ്യം വാങ്ങുക. എന്നിട്ട് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കുകളൊന്ന് മറിച്ച് നോക്കുക. മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും +1നെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30% എങ്കിലും കണ്ടന്റിൽ അധികം എവിടെ പഠിക്കാനുണ്ട്, +2ൽ പഠിക്കാനുണ്ട്. +1നെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30% ടോപ്പിക് എങ്കിലും നിങ്ങൾക്ക് +2ൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത്രയും അധികം ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറും ലാസ്റ്റിൽ. അപ്പോൾ ഈ സമയം, ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചൂടെ? അപ്പോൾ ഞാൻ എഡ്യൂപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർ ആയതുകൊണ്ട് തന്നെ എഡ്യൂപോർട്ടിന് ഓൺലൈൻ ബാച്ച് +2 സയൻസ് ആണെങ്കിലും +2 കൊമേഴ്സ് ആണെങ്കിലും +2 ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, nafi.edu. അതിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരും. അത് മാത്രമല്ല എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സ്, നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടൈം ടേബിൾ അപ്ഡേറ്റ്, എക്സാം ഡിലേറ്റ് അപ്ഡേറ്റ്, എക്സാം റിസൾട്ടിൻ്റെ ഡേറ്റ് അപ്ഡേറ്റ്, എക്സാം റിസൾട്ട് വന്നാൽ എങ്ങനെ എടുക്കണം എന്നുള്ള അപ്ഡേറ്റ്, അങ്ങനെ എല്ലാം ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങൾ അറിയിക്കും. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചാനലും ജോയിൻ ചെയ്യുക, ഒന്ന് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ +2 നമ്മൾ ഒരിക്കലും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത്. ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, എക്സാം ടൈപ്പ് മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ തുടക്കം മുതൽ പഠിച്ചാലേ നമുക്ക് അടിപൊളിയായി ജിൽജിലായി എന്ത് ചെയ്യാൻ പറ്റൂ? പഠിക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ അടിപൊളിയായി ജിൽജിലായി സൂപ്പറായി നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സൂപ്പറായി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത്. തുടക്കം മുതൽ പഠിക്കാൻ തയ്യാറാവുക, തുടക്കം മുതൽ പഠിക്കാൻ തയ്യാറാവുക. ഈ മെയ് മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ ഒരു മാസത്തിൽ പകൽ സമയത്തൊക്കെ നിങ്ങൾ ഫ്രീ ആണ്. പക്ഷേ ജൂണൊക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾ സ്കൂൾ വരും, സ്കൂളിന് റഷ്, സ്കൂളിന് ബിസി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മെയ് മാസം നിങ്ങൾ പറ്റാവുന്നിടത്തോളം ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് തീർക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് 2026 മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാം ഈസി ആകും, സിമ്പിളാകും, അടിപൊളിയാകും. അപ്പോൾ അങ്ങനെ പഠിക്കണമെങ്കിൽ ഉള്ള സൊല്യൂഷൻ എഡ്യൂപോർട്ടിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. നിങ്ങളുടെ സീനിയേഴ്സിൽ പല ആളുകൾക്കും +2 എക്സാം ടഫായത് അവർ തുടക്കം മുതലേ പഠിക്കാതെ എല്ലാം ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചതുകൊണ്ടാണ്. നിങ്ങൾ ആ ലെവലിലേക്ക് പോകരുത്, നിങ്ങൾ ആ രീതിയിലേക്ക് മാറരുത്. തുടക്കം മുതൽ പഠിക്കുക. ഡെയിലി ഒരുപാട് സമയം നമ്മൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കേണ്ട. ഒരു 3 hours ഒക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്താൽ മതി? മാറ്റി വെച്ചാൽ മതി. ഒരു ദിവസം 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി വരുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. നിങ്ങളെ തേടി വരുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. നിങ്ങളെ തേടി വരും മക്കളെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്. സോ നന്നായി പഠിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നാഫി സൈനിങ് ഓഫ്. ബൈ.